പറയുന്നു. പക്ഷെ മഴ ആയതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിരുന്നില്ല. അപ്പോൾ ഇന്ന് കുറച്ച് വെയിലൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ കുന്നംകുളത്തേക്ക് ഷോപ്പിങ്ങിന് പോകാൻ പോവാണ് 3 പേരും കൂടിയിട്ട്. ചിന്ന ആദ്യമായിട്ടാണ് സ്കൂളിൽ പോകാൻ പോകുന്നത്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് ചിന്നയ്ക്ക്. ബാഗ് ആണെങ്കിലും വാട്ടർ ബോട്ടിൽ ആണെങ്കിലും നേരിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സന്തോഷത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഓൺലൈനിൽ ടിഫിൻ ബോക്സ് മാത്രമാണ് ഓർഡർ ചെയ്തത്. ബാക്കിയൊക്കെ ഷോപ്പിൽ നിന്ന് പോയി വാങ്ങിക്കാന്ന് വിചാരിച്ചു. ഒപ്പം UKG-ലാണ്. അപ്പൊ എന്തായാലും 2 പേരുടെയും കൂട്ടി പോയി അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേക സന്തോഷം നേരിട്ട് കണ്ടനുഭവിക്കണുള്ളൂ. ഓൺലൈനിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മിസ്സാവും. അതുപോലെ നമ്മളും ചെറുപ്പത്തിൽ അങ്ങനെയല്ല, നമുക്ക് പോയി ബാഗ് ആണെങ്കിലും വാട്ടർ ബോട്ടിൽ ആണെങ്കിലും ഇവൻ ഒരു ചെറിയ ഒരു ഷാർപ്പനർ ആണെങ്കിൽ പോലും പോയി വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ല. അങ്ങനെ കുട്ടികളുടെ സന്തോഷം നടത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. മറ്റു വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കൂ. ഗായ്സ്, ഞങ്ങള് പോവാൻ ഇറങ്ങി നിൽക്കുന്നതാണ് ഈ കാണുന്നത്. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഇനി ഭക്ഷണം കഴിച്ചിട്ടാകാം ഷോപ്പിങ്ങും മറ്റു കാര്യങ്ങളെന്ന് വിചാരിച്ചിട്ട് നേരെ വിട്ടു പഴയിടം രുചിയിലോട്ട്. ഗുരുവായൂര് തെക്കേ നടയില് പാഞ്ചജന്യം റെസ്റ്റ് ഹൗസിന്റെ ബിൽഡിങ്ങിലാണ് പഴയിടം രുചിയുടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഭക്ഷണം ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഊണാണ് ഓർഡർ ചെയ്തത്. ഉച്ച സമയത്ത് ഊണാണ് അവൈലബിൾ കേട്ടോ അവിടെ. അപ്പോൾ പൊപ്പ ഭാരതിലൊക്കെ കിട്ടുന്നത് പോലെ ദോശയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വാശിയായി. പിന്നെ ഇനി എന്ത് ചെയ്യും, എന്തായാലും ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമല്ലോ. അങ്ങനെ പൊപ്പനെ കാമാക്കാൻ വേണ്ടിയിട്ട് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. അവിടെ സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ അവർക്ക്. അപ്പോൾ നല്ല അടിപൊളി സ്വീറ്റ്സ് ഒക്കെയാണ്. നല്ല മധുരവും നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് ഓരോന്നൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് ഭക്ഷണം കൊടുത്തപ്പോഴും ആള് കഴിച്ചു കേട്ടോ. അങ്ങനെ ചിന്ത നന്നായിട്ട് ചോറും പായസമൊക്കെ കഴിച്ച് കാമായിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. നല്ല പാൽപ്പായസമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇറങ്ങി ഇനി കുന്നംകുളത്തോട്ട് പോവാണ്. ഗുരുവായൂരിൽ നിന്ന് കുന്നംകുളത്തോട്ട് ബസ്സിലാണ് പോയത്. അതൊന്നും വീഡിയോ എടുത്തില്ല എന്നുള്ളൂ കേട്ടോ. അങ്ങനെ അവിടെ എത്തി ഓട്ടോ വിളിച്ചിട്ട് അരിമാർക്കറ്റിൽ പോയി ഇറങ്ങി. അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ഷോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അരിമാർക്കറ്റിന്റെ അടുത്തുള്ള കുറേ ഷോപ്പുകളുണ്ട്. അവിടെ ഇങ്ങനെ നടന്ന് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ടൈം പപ്പയ്ക്ക് ബാഗൊക്കെ വാങ്ങിച്ച ന്യൂ ഗാലക്സി എന്ന് പറഞ്ഞൊരു ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങോട്ടാണ് ആദ്യം പോയത് ബാഗും കുടയൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവർക്ക് സ്കൂള് 5-ാം തീയതിയാണ് തുറക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയത്. പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ ലേറ്റ് ആയത് കാരണം കുറേ കളക്ഷൻസ് ഒക്കെ കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞവർ. അപ്പം നമുക്ക് കൂടുതൽ ചോയ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇതുപോലുള്ള ഷോപ്പിങ്ങിനൊക്കെ പോകണം കേട്ടോ. പിന്നെ ഇവിടെ കസ്റ്റമർ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ബില്ലിംഗ് ടൈമിലൊക്കെ എനിക്ക് കുറച്ച് അത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ല. പക്ഷെ എടുത്തു തരാനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് അവർക്ക് നല്ല തിരക്കുള്ളത് കൊണ്ടാവാം. എന്ത് തന്നെ ആയാലും നമ്മൾ വേണ്ടത് വാങ്ങിച്ചിട്ട് പോകുന്നു. കുട്ടികൾ സെലക്ട് ചെയ്തതല്ലേ, അങ്ങനെ വാങ്ങിച്ചിട്ട് പോന്നു. പിന്നെ നമ്മൾ ഈ ഒരു ഷോപ്പിലേക്കാണ് പോയത്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഉത്തം നോവൽറ്റി എന്നുള്ളൊരു ഷോപ്പാണ്. ആ ഒരു ഷോപ്പിന് അടുത്ത് തന്നെ ആയിട്ട് വരും. അങ്ങനെ ഇവിടെ കയറിയപ്പം കുറേ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ, വെറൈറ്റി ഐറ്റംസ് കാണാൻ സാധിച്ചു. പിന്നെ ലഞ്ച് ബോക്സ് ആണെങ്കിലും വാട്ടർ ബോട്ടിൽസ് ആണെങ്കിലും പെൻസിൽസ്, പിന്നെ പെൻസിൽ ബോക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. നമ്മൾ ബോട്ടിൽസും പെൻസിൽ ബോക്സും ആണ് മെയിൻലി വാങ്ങിച്ചത്. പിന്നെ ഇവർക്ക് വേണ്ട റബ്ബർ, അത് നല്ല ഭംഗിയുണ്ട്, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് അടിപൊളിയായിരുന്നു. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ എടുത്ത് തന്നിരുന്നത്. എങ്കിലും അവർക്ക് നമ്മളോടുള്ള ഒരു അപ്രോച്ച് നമ്മളെ പിന്നെയും അവിടേക്ക് വരുത്തിക്കും അല്ലേ. അപ്പം എന്തായാലും എനിക്ക് ഈ ഷോപ്പ് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ഈ റോയിലുള്ള കുറേ ഷോപ്പുകളിൽ ഞാൻ കയറി. ഒരു ചെറിയ കൂട മേടിച്ചു ചിണ്ടിക്ക്, പിന്നെ റെയിൻ കോട്ട്, പിന്നെ ബ്രൗൺ പേപ്പർ, സ്റ്റാപ്ലർ, അതിൻ്റെ പിന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം ഇവർക്ക് നല്ല വിശപ്പായി, അവർ വാശി പിടിക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും പർച്ചേസൊക്കെ അവസാനിപ്പിച്ച് പോരണമെന്നായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ദോശ വാങ്ങിച്ചു കൊടുത്തു. ഉച്ചയ്ക്ക് ദോശ കിട്ടാത്ത പപ്പയുടെ വിഷമം മാറി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇതാ പപ്പ എല്ലാതും നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാണ്. പിന്നെ ബാഗ് എവിടെ? പപ്പയുടെ ബാഗ് ഏതാ? പിന്നെ ബാഗ് എവിടെ? പപ്പയുടെ ബാഗ് ഏതാ? പപ്പയുടെ ബാഗ് അതെന്ത് കളറാ? ഗ്രീൻ കളർ അല്ലേ? പിന്നെ എന്താ ബോക്സ് എവിടെ? ബോക്സ് അത് ചിന്തയുടെ പപ്പയുടെ. പിന്നെ എവിടെ? പിന്നെ ആ ഡോക്ടർ കിറ്റ് എടുത്ത് കൊടുക്ക്. ഡോക്ടർ കിറ്റ്
നമ്മൾ പഠിക്കുന്ന സമയത്തൊന്നും ഇങ്ങനത്തെ ഒന്നും നമ്മൾ അധികം കണ്ടു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഉണ്ടായിരുന്നു, എന്നാലും കുറേയൊക്കെ ഗൾഫിൽ നിന്നൊക്കെ കിട്ടണം. പക്ഷെ ഇപ്പോൾ ഒക്കെ ഇവിടെ എവിടെ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടില്ല. എന്തൊരു ഭംഗിയാണ് അല്ലേ കാണാനായിട്ട്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ ക്രയോൺസ് അതൊക്കെ ഇനി സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട വരും. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ചു. പിന്നെ സ്റ്റാപ്ലർ, അതിൻ്റെ പിന്നെ ഇവിടെ ഉള്ളതൊക്കെ മിസ്സിങ് ആണ്. പിന്നെ വാട്ടർ ബോട്ടിൽ, ഈ ഒരു ബോട്ടിൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട്. ഞാനിങ്ങനെ ടോപ്പിൽ ഇങ്ങനെ മൂടിയുള്ള ടൈപ്പ് വെറുതെ അവർ ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിലത്തൊക്കെ വീഴുമല്ലോ ക്യാപ്പ്. അപ്പം അങ്ങനെ അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതാകുമ്പോൾ അവർക്ക് ഈസിയാണ്. അപ്പം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ദേ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം. ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ നന്നായിട്ട്. പൊപ്പയുടെ ഇറൈസറാണ് ഡോക്ടർ കിറ്റ്. ചിന്തയുടെ ഇതൊക്കെയാണ്, പക്ഷെ പകുതി കൊണ്ട് കളഞ്ഞു കേട്ടോ. ഇതേ കണ്ടില്ലേ, ചിന്തയുടെ ബോട്ടിലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. അല്ലെങ്കിൽ അവർ ആ മൂടിയൊക്കെ എടുത്ത് തുറന്ന് നിലത്ത് വീണ് അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് എടുക്കേണ്ടി വരും. ഇത് അവർക്ക് തന്നെ ഓപ്പൺ ചെയ്ത് വെള്ളം കുടിക്കാവുന്നതേ ഉള്ളൂ. ചിന്ത തന്നെയാണ് ഈ ബോട്ടിൽ സെലക്ട് ചെയ്തത്. ആദ്യം ചിന്ത പിങ്ക് മതി എന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു ബാഗ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. എന്തായാലും യെല്ലോ യൂണിഫോമാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതന്നെ സെലക്ട് ചെയ്തു. പിന്നെ 2 അംബ്രല്ലാസ് എടുത്തിട്ടുണ്ട്. റെയിൻകോട്ട്, റെയിൻകോട്ട് ഇത് പൊപ്പയ്ക്ക് മാത്രമേ എടുത്തുള്ളൂ. കാരണം പൊപ്പയുടെ റെയിൻകോട്ട് കുറച്ച് കേടായി. പിന്നെ ചിന്തയുടെ പുതിയതാണ്. അപ്പം അതുകൊണ്ട് ചിന്തയ്ക്ക് വേറെ വാങ്ങിച്ചിട്ടില്ല. ഇനി വാശി പിടിക്കുമോ എന്തോന്നറിയില്ല. പിന്നെ കുടകളാണ്. അതിപ്പം അവർ നനച്ച് വെച്ചേക്കാണ്. അവർക്ക് അതൊന്ന് ചൂടി നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് കാണിച്ചു തരാം കേട്ടോ. ബാക്കി ഇത്ര ഐറ്റംസ് ആണ് നമ്മളിപ്പം ഈ ഒരു ഷോപ്പിങ്ങിൽ വാങ്ങിച്ചിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഇവരുടെ സെലക്ഷൻ? കൂടുതലും ഇവർ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഷോപ്പിംഗ് എന്ന് പറയണം. പിന്നെ നമ്മൾ റീസണബിൾ റേറ്റാണ് ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങിച്ചപ്പം. നല്ല അഫോർഡബിളാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും. ഇതാണ് അവരുടെ കുടകൾ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുടയാണ് ചിണ്ടയ്ക്ക് കിട്ടിയത്. പൊപ്പയ്ക്ക് ആക്ച്വലി ആൾ സെലക്ട് ചെയ്തില്ല, ചിണ്ടയാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കുട കിട്ടിയത്. എന്തായാലും ആൾക്ക് ഇഷ്ടപ്പെട്ടു, അതിൽ വിസിലൊക്കെ ഉള്ളതുകൊണ്ട്. ഗായ്സ്, അപ്പൊ ഞങ്ങള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. പൊപ്പയും ചിന്തയും നല്ല ഹാപ്പിയാണ്. ബാഗും വാട്ടർ ബോട്ടിലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുളിച്ച് ഫ്രഷ് ആയി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, ബൈ.